വള്ളംകളി എന്നത് ഒരു മത്സരത്തിനപ്പുറം ഒരു ആവേശം കൂടിയാണ്. ഒരു നാട് ഒരു ചുണ്ടൻ എടുത്തുകൊണ്ട് മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കാണാം അവരുടെ വിശേഷങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം PBC പള്ളാത്തുരുത്തി എന്ന് പറയുന്ന വള്ളം പിറവത്ത് കെട്ടിയിട്ടപ്പോൾ ഞങ്ങൾ അവരുടെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ, ഞങ്ങൾ ഇതിനകത്ത് കയറിക്കോട്ടെ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഒന്ന് കയറിക്കോട്ടെ എന്നോർത്ത് ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ ഒരു ആവേശം കൊണ്ട് ഞങ്ങൾ കയറിയതാണ്. അതൊരു ഊർജ്ജമായിരുന്നു. വെള്ളത്തെ കീറി മുറിച്ച് പോകുന്ന ഒരു ജലരാജാവാണ്. വള്ളവും വെള്ളവും നിത്യജീവിതത്തിന്റെ ഭാഗമായ പിറവം വെള്ളൂർ നിവാസികൾക്ക് ആലപ്പാട് ചുണ്ടൻ നാട്ടിലെത്തിയതോടെ ഇതൊരു അഭിമാന പോരാട്ടമാണ്. ജയവും പരാജയവും മത്സരത്തിന്റെ ഭാഗമാണെങ്കിലും ചുണ്ടൻ വള്ളത്തിൽ പൊന്നമടയിൽ ജലരാജാക്കന്മാർക്കൊപ്പം ഒന്ന് മാറ്റുരയ്ക്കണം. ചിട്ടയായ പരിശീലനമൊന്നുമില്ല. നാടും നാട്ടാരും നൽകുന്ന സ്നേഹവായ്പകളും ചെറിയ സഹായങ്ങളും കൊണ്ടാണ് ചുണ്ടൻ വള്ളത്തിൽ മത്സരിക്കണമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. 2012 ദാനിയൽ വള്ളത്തേൽ ഞങ്ങൾ ആദ്യം പിറവം ട്രോഫി ഞങ്ങൾ തന്നെ ഫസ്റ്റ് അടിച്ചു. പിന്നെ അടുത്ത വർഷം ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് വർഷം പടക്കുതിരയെ കൊണ്ടുപോയി. 2ാം വർഷം പടക്കുതിരയിൽ സെക്കൻഡ് അടിച്ചു. വിദ്യാർത്ഥികൾ മുതൽ നാട്ടിൻപുറത്തെ സാധാരണക്കാരായ തൊഴിലാളികൾ വരെയാണ് തുഴച്ചിൽക്കാർ. പഠന സമയവും തൊഴിൽ സമയവും കഴിഞ്ഞുള്ള നേരമാണ് പരിശീലനം. ആത്മവിശ്വാസവും മനക്കരുത്തുമേകാൻ പടക്കുതിരയെ പലകുറി വിജയത്തിലെത്തിച്ച രാജു ചേട്ടനാണ് നയിക്കുന്നത്. ചെറുവള്ളത്തിലാണ് ട്രയൽ നടന്നുകൊണ്ടിരുന്നത്. ചെറുവള്ളത്തിൽ 1 മാസത്തിൽ പരം ട്രയൽ നടന്നിട്ടുണ്ട്. വിജയപ്രതീക്ഷയുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരാളുടെ അസുഖമായിട്ടിരിക്കുന്ന ഒരാളും അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇത് ഇപ്രാവശ്യം ഈ ഒരു ദൗത്യം ഏറ്റെടുത്തു. വലിക്കാനൊന്നും ഇപ്പോൾ പറ്റില്ല, ഞാൻ അസുഖമായിപ്പോയി. നമുക്ക് ആവേശമല്ലേ, അങ്ങനെയുള്ളത് കൊണ്ട് നമ്മൾ അസുഖമാണെങ്കിലും വെള്ളത്തിൽ വരും. ഓടിവള്ളത്തിൽ വിവിധ ജലോത്സവങ്ങളിൽ വെള്ളൂർ ബോട്ട് ക്ലബ്ബ് വിജയം നേടിയ ആത്മവിശ്വാസവും ഇവർക്ക് കൂട്ടായുണ്ട്. പുന്നമടക്കായലിലെ വള്ളംകളി മത്സരം എന്നതിനപ്പുറത്തേക്ക് ഒരു ജനതയുടെ ആഗ്രഹ സാഫല്യത്തിന്റെ സന്തോഷം കൂടിയാണ് ആലപ്പാട് ചുണ്ടന്റെ ഈ പ്രയാണം. ഇതിൽ 19കാരനായ കാശി മുതൽ 55കാരനായ പ്രകാശൻ വരെയാണ് തുഴച്ചിൽക്കാർ. ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരാം. നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആഹാ, താളത്തിൽ തുഴ എറിയുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. നമുക്കിപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ ചേർന്നുണ്ട്. ശ്യാമ, ഇതൊരു മത്സരം എന്നതിനപ്പുറം ഒരു വലിയ ആവേശമാണല്ലേ. പ്രായഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് ഒരു വലിയ ആഘോഷത്തിന്റെ ഉത്സവം അല്ലേ. വള്ളംകളി ഒരു മത്സരത്തിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും വലിയ ഒരു ആവേശം നൽകുന്ന ഒരു ഇനം കൂടിയാണ്. അത് നാട്ടിൻപുറത്തെ സാധാരണ ഇടങ്ങളിൽ ഒരുപക്ഷെ ഈ ആവേശം ഇരട്ടിയാകാനുള്ള സാധ്യതയാണ്. അവർക്ക് വള്ളവും വെള്ളവുമൊക്കെ ഏറെ പരിചിതമാണ്. ഓരോ തുഴക്കാരനും ഓരോ തുഴ എറിയുമ്പോഴും തങ്ങളുടെ വള്ളം മുന്നിലേക്ക് കയറണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആത്മാർത്ഥമായി അവർ തുഴയെറിയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ് വെള്ളൂർ ബോട്ട് ക്ലബ്ബ്. ആ ബോട്ട് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ അവർ ആഗ്രഹിക്കുകയാണ് തങ്ങൾക്കൊരു ചുണ്ടൻ വള്ളത്തിൽ മത്സരിക്കണമെന്നത്. അതായത് പുന്നമടയിലെ ജലരാജാക്കന്മാർക്കൊപ്പം തങ്ങൾക്കും അവിടെ ആളുകളുടെ കാണികളുടെ മുമ്പിൽ ഒന്ന് വലിക്കണമെന്ന ഒരു ആഗ്രഹം. ആ ആഗ്രഹവും പേറിയാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അവിടെ എത്തി മത്സരശേഷം എന്തുണ്ടാകും, എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ വെള്ളൂർ ബോട്ട് ക്ലബ്ബിന് വേണ്ടി വലിക്കാൻ ഇറങ്ങുന്ന ആളുകളെ തന്നെ ഒന്ന് പരിചയപ്പെടേണ്ടതാണ്. അതിൽ ഗോപി എന്ന് പറയുന്ന അവരുടെ ഒരു പഴയകാല തുഴക്കാരനുണ്ട്. അവരുടെ 1ാം തുഴക്കാരനായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഈ ചെറു ഓടികളുമൊക്കെ ആയിട്ട് പോയപ്പോൾ ആ ചെറിയ ചെറിയ മത്സരങ്ങളിൽ വിജയികളുമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആ ഗോപിച്ചേട്ടൻ ഇപ്രാവശ്യം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യുന്നയാളാണ്. പക്ഷേ ഈ ചുണ്ടൻ ഇറങ്ങിയപ്പോൾ അയാളും ആ പങ്കായവുമായി ഈ വള്ളത്തിനൊപ്പം വലിക്കുവാൻ വേണ്ടി ഇറങ്ങുന്ന ആ ഒരു മനസ്സ് അത് അവിടുത്തെ വെള്ളൂരത്തെ എല്ലാ ജനതയുടെയും കൂടിയുള്ള ആകെ ഒരു ആത്മാവിഷ്കാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽ വലിയ 55 വയസ്സുള്ളവർ വരെ ഈ വള്ളത്തിൽ വലിക്കാനുണ്ട്. സ്വാഭാവികമായിട്ടും അവർ വിജയമല്ല അവർ കാണുന്നത്, അവിടുത്തെ ജലരാജാക്കന്മാർക്കൊപ്പം അവർക്കൊന്ന് വലിക്കണം. അതിൽ വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവർ പോകുന്നത്. അവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന്, അല്ലെങ്കിൽ നല്ലൊരു ഒരു ആഘോഷം തന്നെയാണ് മത്സരത്തിൽ ജയിക്കുക എന്നതല്ല, അതിൽ പങ്കെടുക്കുക, ആ ആവേശത്തിൽ പങ്കാളിയാവുക എന്നുള്ളത് തന്നെയാണ് തുഴയെറിയുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിലുള്ളത്.